നമ്മളിപ്പോൾ തേക്കടി റോസ് പാർക്കിലാണ് എത്തിയേക്കുന്നത്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, പാർക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോകണം. ഇപ്പോൾ സമയം ഒരു 5:30 5:45 കാണാൻ നല്ല ഭംഗിയുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ്. നമുക്ക് ഒരുപാട് ദൂരമില്ലായിരുന്നു ഓക്സിജൻ റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മൾ ഈ സമയത്ത് ചെന്നതുകൊണ്ട് എത്ര മണിക്ക് ഇത് ക്ലോസ് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ പോയാലും ഒരു 6-7 മണി വരെ എന്തായാലും ഏത് പാർക്കായാലും ഉണ്ടാകുമല്ലോ എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ 1-1.5 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കോംബോ പാക്കേജ് ഉണ്ട്, ഫുൾ പാക്കേജ് ആണെങ്കിൽ 600 രൂപ അങ്ങനെ. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ്, സിപ്പ് ലൈൻ, ആർച്ചറി, സിപ്പ് സൈക്ലിങ്, ഡംബർ കാറ്, എല്ലാ തരക്കാർക്കും പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിനകത്ത് കുറച്ച് പാക്കേജസ് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി. ഇപ്പോൾ റോസ് പാർക്കിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ ഒരു ബട്ടർഫ്ലൈ. കുറേ പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വഞ്ചി പോലെയുള്ളതാണെങ്കിലും എല്ലാം അവിടെ ഉണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മൾ ജസ്റ്റ് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിങ് ഫീലാണ്. ഓരോ ആക്ടിവിറ്റീസ് എവിടെയാണെന്നുള്ള അന്വേഷണത്തിലായിരുന്നു. കാരണം നല്ല ഏരിയ ഉണ്ട് ഇത്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സെറ്റപ്പും ഒക്കെ ഉണ്ട്. ഊഞ്ഞാലുകളൊക്കെ അതിൻ്റെ പാരലുണ്ട്. ഇവിടെ നമുക്കൊരു റോക്കറ്റ് ജെക്ടർ കാണാൻ പറ്റും. ഇവിടെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഓൾറെഡി ഓരോരുത്തർ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഈവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആർച്ചറി ഷൂട്ടിങ്ങിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇത് നിൽക്കണേ. ഇപ്പോൾ റിവനാണ് ആർച്ചറി എയിം ചെയ്ത് നിൽക്കുന്നത്. ബോർഡൊക്കെ കൊണ്ട് പക്ഷെ താഴെ വീണു. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു റിവിൻ. ഇപ്പം ഹസ്ബൻഡ് ഒരു കൈ നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി എയിം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാന്നൊക്കെ പഠിക്കുന്നുണ്ട്. നോക്കട്ടെ എയിം ചെയ്ത് ഇല്ല. അറ്റംപ്റ്റിന് കയറിയിട്ടുണ്ട് ഹസ്ബൻഡ്. നമുക്ക് നോക്കാം. കറക്റ്റ് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണ്ടേന്നുള്ളത്. ഡാഡി ചെയ്തിട്ട് എങ്ങനെയാവും നോക്കട്ടെ. അപ്പോൾ എയിം ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ബിൻസിയുടെ അറ്റംപ്റ്റ് ആട്ടോ, ലാസ്റ്റ് ഇതാണ്. നോക്കാം ബിൻസിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ബിൻസി ഉന്നം വെക്കുന്നുണ്ട്. എന്തോ നമുക്ക് നോക്കാം. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ആവേശമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നൊരു ഫീലാണ്. ശരിക്കും അത് മുന്തിരി അല്ല, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ഫീലായിരുന്നു. പിന്നെ നല്ല ഭംഗിയാണ് അതിൽ കൂടെ നടക്കുമ്പോൾ മൊത്തം. പിന്നെ ചെടികളൊക്കെ വെട്ടി വെച്ചേക്കുന്നതാണെങ്കിലും എന്ത് നല്ല ഷേപ്പിൽ കിട്ടലനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ. ഇത് സിപ്പ് ലൈനിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ റിവിൻ സിപ്പ് ലൈനിലോട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഡംബർ കാറ്, പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ നേരെ ഡംബർ കാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം മോനെ സംബന്ധിച്ച് എവിടെ ഡംബർ കാർ കണ്ടാലും അവിടെ കയറാമെന്നുള്ളത് ഭയങ്കര ഒരു പാഷനുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. നല്ലൊരു സെറ്റപ്പിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മൾ ആക്ച്വലി ആ കുതിര സവാരിയുടെ ഒരു സ്ഥലം കാണുന്നത്. നല്ല ഗാർഡൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. കുറേ ടൈം പാസിലുള്ള ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു മോർണിംഗ് വരെ എപ്പോഴും ഒരു മോർണിംഗ് ടൈം വരുന്നതാണ് എപ്പോഴും ബെറ്റർ. 10 o'clock സ്റ്റാർട്ട് ആവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡംബർ കാറിൽ കയറാൻ വേണ്ടിയിട്ട് റിവിന് ഇരിപ്പുണ്ട്. അവന് വേറെ ആരുടെ സഹായം ഒന്നും ആവശ്യമില്ല. തന്നെത്താനാണ് റൈഡ് ചെയ്യണേ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഓടിക്കുന്നതെന്നുള്ളത്. അതുമ്മേ പോയി എടുക്കും. മാൻഡോനെറ്റിൽ ഇപ്പോൾ റിവിൻ കയറി അങ്കിളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ലൊരു ആക്ടിവിറ്റീസാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് പക്ഷേ 7 മണി വരെ സമയമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. കയറി പോലെ ഇറങ്ങുന്നുണ്ട് അങ്കിളും നെഫ്യൂവും കൂടെ.
നമ്പർ കാർ പിന്നെ ഷൂട്ടിങ് ആർച്ചറി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പെഡൽ ബോട്ടിങ്ങിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്ക് കയറാം. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് പിന്നെ ഇത് കയറണം. അപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് റൗണ്ട് പോയി നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അതിൻ്റെതായിട്ടുള്ള ടെൻഷനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇവിടെ അധികം വെള്ളമില്ല, അധികം ആളില്ല, വലിയ കായലൊന്നല്ല. അത് കാരണം കൊണ്ട് ധൈര്യത്തിൽ പോവുകയാണ്. പിന്നെ റൗണ്ട് വേഗം കഴിയുമായിരിക്കും. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാ? അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചെത്തി. മോനിപ്പോൾ കിഡ്സിൻ്റെ പെഡൽ ബോട്ടിങ്ങിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇതൊരു പെഡൽ ബോട്ടിങ് ചെയ്തിട്ടില്ല. ഞങ്ങൾ 2 പേരും ഇപ്പോൾ പെഡൽ ബോട്ടിങ് കഴിഞ്ഞ് വന്നുള്ളൂ. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവനെങ്ങനെയുണ്ടെന്ന് നോക്കാം. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, വെള്ളത്തിൽ വീണ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ആള് ഉഷാറായിട്ട് ഓടിക്കുന്നുണ്ട്. പെയ്ഡ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അല്ലാതുള്ള ഫ്രീ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ കിഡ്സിനൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയ്ഡ് ആക്ടിവിറ്റീസും ഫ്രീ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞപ്പോൾ നേരം 7-7:15 ഇരുട്ടായി. അപ്പോഴത്തേനും ഏകദേശം ക്ലോസ് ചെയ്യാറുമായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. നമുക്ക് കുറേയും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നിയിരുന്നു. കാരണം ഇരുട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവൾക്ക് പറ്റിയ ആക്ടിവിറ്റിയാണ് ഇത്. സ്ലൈഡ്, ചെറിയ സ്ലൈഡാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഗ്രേസ് സ്ലൈഡിൽ കയറണേ. ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പാപ്പ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മതിയായ ഗ്രേസ്, ഇനിയും വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോട്ടെ. എല്ലാ പിള്ളേരും ഇതിനകത്താണ്. വലിയ ചേട്ടനും ഏബിലും ഒക്കെ ഇതിനകത്തുണ്ട്. ഗ്രേസ് നൈറ്റ് ഏകദേശം ഒരു 7:30 ആയി. ഇപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങാമെന്നുള്ള പരിപാടിയാണ്. ഇപ്പോൾ വേറെ ആക്ടിവിറ്റീസ് ഓൾമോസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്ത പോലെയായി. ഇപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു റോസ് പാർക്കിൽ.